ഒരു റീൽ ഇട്ടതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ റീൽ ഞാൻ പോസ്റ്റാക്കിയത്. മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫായിരുന്നു. അമ്മയെ പറ്റി ഒരുപാട് മോശം കമൻസ് വന്നതും ഏട്ടം വീഡിയോ ഇട്ടതും എല്ലാം ഞാനിപ്പോൾ ഫോൺ ഓൺ ആയപ്പോഴാണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്തൊരു റീലല്ല അത്. അങ്ങനെ മല്ലു ഫാമിലിയിലെ സുജിൻ പുതിയ തരികിടയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് പിന്നെ സ്വാഭാവികം. ഓരോ തവണ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആശാൻ എന്തെങ്കിലുമൊക്കെ തരികിടായിട്ട് വന്നോളൂ. എനിവേ ഇപ്പൊ നിലവിൽ മല്ലു ഫാമിലിയിലെ സുജിനും നിതാ സതീഷ് എന്ന് പറയുന്ന പൊന്നൂസും തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാലോ. ഇത് സുജിൻ തന്നെ 2 ആഴ്ച മുന്നേ തന്റെ ചാനലിലൂടെ അനൗൺസ് ചെയ്തതാണ്. ഇത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ സുജിൻ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉണ്ടായിരിക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ സുജിൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും നമ്മൾ അന്നൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? ഇവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു 2-3 വീഡിയോയെങ്കിലും ചെയ്യുമെന്നുള്ളത്. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യില്ല എന്ന അനൗൺസ്മെന്റ് നടത്തി അടുത്ത ദിവസം തന്നെ ഇവരൊരു വീഡിയോ ആയിട്ട് വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം ഇതേ ടോപ്പിക്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നു. ഇപ്പം ഈ വിഷയത്തിൽ വീണ്ടും വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരന്റെ മുൻ ഭാര്യയായിട്ടുള്ള നിതാ സതീഷ് അഥവാ പൊന്നൂസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇമോഷണൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾക്കൊന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തതും ആ വീഡിയോക്ക് താഴെ ചില കമന്റുകൾ വന്നതുമാണ് ഇപ്പൊ സുജിനെ ആലോചനപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ആശാൻ ഈ ടോപ്പിക്കിൽ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. എന്താ ഇതിനൊക്കെ പറയാ അല്ലേ? എനിവേ എന്തായാലും സുജിനെ ആലോചനപ്പെടുത്തിയ പൊന്നൂസിന്റെ ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടു നോക്കാം. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് സുജിൻ ചെയ്ത വീഡിയോയിലേക്ക് നമുക്ക് വരാം. വാ കണ്ടോക്കാം. ഓക്കെ, ഇതാണ് ആ വീഡിയോ. പുതിയ പ്രശ്നത്തിന്റെ തുടക്കം ഈ വീഡിയോയിൽ നിന്നാണ്. എന്തായാലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണിത് അല്ലെ? ഒരു അമ്മ താൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്നും മക്കൾക്ക് ടോയ്സ് ഗിഫ്റ്റ് ആയി കൊടുക്കുന്നു. അത് കണ്ട് മക്കൾ ഇമോഷണൽ ആവുന്നു. ഇതൊക്കെ പല അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ? ഭയങ്കര രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് എന്ന് തന്നെ പറയാതെ വയ്യ. എന്തായാലും നിതാ സതീഷ് എന്ന പൊന്നൂസ് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വന്നു. ആ കമന്റ് ആണ് ഇപ്പൊ സുജിന് പ്രശ്നമായി മാറിയിട്ടുള്ളത്. ഞാൻ ആ കമന്റ് ഒന്ന് വായിച്ചുതരാം. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടു ഇവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മക്കൊന്നും മകനെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഇതാണ് ആ കമന്റ്. സുജിന്റെ അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ് ആണിത് അല്ലെ? എന്തായാലും ഈ കമന്റ് സുജിന്റെ കണ്ണിൽ പെട്ടു. സ്വാഭാവികമായിട്ടും സുജിൻ ഇത് കാണുമ്പോൾ ദേഷ്യവും വിഷമവും ഒക്കെ വരും അല്ലെ? അത് സ്വാഭാവികമാണ്. സ്വന്തം അമ്മയെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു മകനും അത് സഹിക്കാൻ കഴിയൂല. പ്രത്യേകിച്ച് സുജിൻ എന്ന് പറയുന്നത് സിംഗിൾ പാരന്റിന്റെ കീഴിൽ വളർന്ന ഒരാളാണ്. അമ്മ ഒറ്റയ്ക്ക് വളർത്തിയ മോനാണ്. ആ അമ്മയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും മനസ്സിൽ സങ്കടം വരും. എന്തായാലും അങ്ങനെ ഒരു സങ്കടം വന്നപ്പോൾ സുജിൻ തന്നെ ഈ കമന്റിന് മറുപടി കൊടുത്തിട്ടുമുണ്ട്. ഞാൻ ആ മറുപടി വായിച്ചുതരാം. കാര്യം എന്താണെന്ന് അറിയാതെ അമ്മയെ പറ്റി പറയരുത്. ഇതാണ് ആ മറുപടി. ഈ ഒരു മറുപടിയോടുകൂടി ഇതെല്ലാം അവസാനിക്കുമെന്നാണ് കരുതിയത്. പക്ഷെ മറുപടി കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഇതിന് പിന്നാലെ സുജിൻ എന്താക്കി, ഈ കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് 6 മിനിറ്റ് ഒരു വീഡിയോ ആയിട്ട് വന്ന്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഡിവോഴ്സിന്റെ പ്രശ്നങ്ങളായിട്ട് അല്ലെങ്കിൽ പൊന്നൂസിനെ പദ്ധതി നിതാ സതീശ് എന്ന് പറയുന്നവരെ ഞാൻ ഇതുവരെയ്ക്ക് ഞാൻ എവിടെയും വന്നിട്ട് നെഗറ്റീവോ കാര്യങ്ങളോ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കണം. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങളെ മുന്നിൽ സെന്റിമെന്റ് ആയിട്ട് കിട്ടേണ്ട ആവശ്യങ്ങളും എനിക്കില്ല. ഓക്കെ, ഞാൻ കരയണതോ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് വലിയ സംഗതി നേടിയെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ ഇന്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ചെയ്ത് മുന്നിലേക്ക് പോണത്. മനസ്സിലാക്കണം. സമയം ഇപ്പോ 11:17. നമ്മൾ ഇപ്പോഴും എല്ലാവരും പാടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പോഴും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഇന്നലെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് ഓൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയൊരു കമന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ആ കമന്റ് നോക്കി മനസ്സിലാവും. സുജിൻ കുഞ്ചൂസ് വളർന്ന പോലെ തന്നെ കിടോ യുവ മോളും അച്ഛനില്ലാതെ വളരണ്ടേ. ആ അമ്മയ്ക്ക് ഒന്ന് മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ, വല്ലാത്തൊരു സ്ത്രീ. ഫർസാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് എന്നാണ് ആ മെസ്സേജ് ഇട്ടുള്ളത്. ഫർസാനോട് ചോദിക്കാനുള്ളത് കാര്യം എന്താണെന്നറിയോ?
അതായത് നിത സതീഷ് എന്ന് പറയുന്ന അവര് കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പോസ്റ്റ് ആക്കുമ്പോൾ എല്ലാ ശരികളും അവളെ ഭാഗത്താണോ? ഞാനത് ചോദിക്കണത്. എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ല. എനിക്ക് ഇതിനെ മുന്നേ ഞാൻ പറഞ്ഞു വിട്ടതാണ് ഞാൻ. അതെ, എനിക്കിതിനെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു വിധ താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, അവസരം കിട്ടുമ്പോൾ നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. എന്തെങ്കിലും ചിക്ലി തടയുന്ന കേസല്ലേ, അതിനുള്ള അവസരം നമ്മളായിട്ട് എന്തിനാണ് കടഞ്ഞു കുളിക്കുന്നത് അല്ലേ സുജിനെ? ഇതൊക്കെ എത്ര കേട്ടതാണ് സുജിനെ. ഇതിനു മുമ്പും നീ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് സെയിം ഡയലോഗാണ് അടിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് യാതൊരു വിധ താല്പര്യമില്ലാണ്. അങ്ങനെ പറഞ്ഞ് നീ ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ 2 വീഡിയോസ് ചെയ്തു കഴിഞ്ഞു. ഇനിയും നീ അവസരം കിട്ടിയാൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വീഡിയോ ചെയ്യും, അത് വേറെ കാര്യം. നിന്റെ കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ അറിയുന്നതല്ലേ. എന്നിരുന്നാലും പൊന്നൂസ് കുറച്ച് ഇമോഷണൽ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു എന്ന് കരുതി നിങ്ങൾ എല്ലാവരും അവരുടെ ഭാഗത്താണ് ശരി എന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത് എന്നാണ് അവിടെ സുജിൻ ചോദിച്ചു വെക്കുന്നത് അല്ലെ? ഞങ്ങൾ ആരും തന്നെ അങ്ങനെ വിചാരിച്ചിട്ടില്ല സുജിനെ. ഇനി അങ്ങനെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നീയൊക്കെ തന്നെയാണ്. കാരണം നീ തന്നെയാണ് മല്ലു ഫാമിലി എന്നും പറഞ്ഞൊരു യൂട്യൂബ് ചാനലും തുടങ്ങി നിന്റെ ഭാര്യയും അമ്മയും പെങ്ങളെയും എല്ലാവരും നീ ആ യൂട്യൂബ് ചാനലിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് നീ ചെയ്ത പരിപാടി എന്താണ്? ഫാമിലി വ്ളോഗ് എന്നും പറഞ്ഞ് നിന്റെ കുടുംബത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും യൂട്യൂബിൽ വന്ന് കൊട്ടി ഘോഷിക്കാൻ തുടങ്ങി. നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന ഈച്ച് ആൻഡ് എവരി കാര്യങ്ങളും നിങ്ങളുടെ യൂട്യൂബിൽ വന്ന് പണ്ട് പറയുമായിരുന്നു അല്ലെ? അത് കണ്ട് ക്യൂരിയോസിറ്റി തോന്നിയ കുറച്ച് ആളുകൾ എന്താക്കി, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. നിങ്ങളാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. നിങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതായിട്ട് പറയാത്തതായി ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകവെയാണ് നീയും പൊന്നൂസും തമ്മിൽ വേർപിരിയുന്ന ഒരു അവസ്ഥ വരുന്നതും നിങ്ങൾ യൂട്യൂബിൽ കുറെ കാലത്തേക്ക് ബ്രേക്ക് എടുക്കുന്ന ഒരു സ്ഥിതിഗതി വരുന്നതും അല്ലെ? സ്വാഭാവികമായിട്ടും ഇത്രയും കാലം നിങ്ങളുടെ വീഡിയോസ് കണ്ടിരുന്ന നിങ്ങളുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്ന നിങ്ങളുടെ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ച് അറിയാനും അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും അല്ലെ? ആ ക്യൂരിയോസിറ്റിന്റെ പുറത്ത് അവർ നിരന്തരമായി നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ ഒരുമിച്ച് കാണുന്നില്ലല്ലോ, വീഡിയോസ് ഒന്നും ഇടാറില്ലല്ലോ എന്ന് നിരന്തരമായി നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളാണെങ്കിൽ തുടക്കത്തിന് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ പതിയെ പതിയെ പൊന്നൂസിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ നിന്നും പോസ്റ്റിൽ നിന്നൊക്കെ ആളുകൾക്ക് ചെറുതായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങി നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ളത്. അത് വെച്ച് പല യൂട്യൂബേഴ്സും പല കണ്ടന്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടെ നിങ്ങളുടെ ഡിവോഴ്സിനെ കുറിച്ച് തുറന്നു പറയേണ്ടത് നിർബന്ധിത സാഹചര്യമായി നിങ്ങൾക്ക് വന്നു. അങ്ങനെയാണ് നിങ്ങൾ 2 ആഴ്ച മുന്നേ യൂട്യൂബിൽ ഞങ്ങൾ ഡിവോഴ്സ് ആയി ഗായ്സ് എന്നും പറഞ്ഞ് വീഡിയോ ഇടുന്നത് അല്ലെ? പക്ഷെ നിങ്ങൾ ഡിവോഴ്സ് ആയെന്നും പറഞ്ഞ് വീഡിയോ ഇട്ടെങ്കിൽ കൂടിയും അതിന്റെ കാര്യകാരണങ്ങളൊന്നും നിങ്ങൾ യൂട്യൂബിൽ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇത്രയും കാര്യം നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന നിങ്ങളുടെ ഡിവോഴ്സിന് കാരണം മാത്രം പറയാതിരിക്കും നിങ്ങളുടെ ഓഡിയൻസിനെ ഉറപ്പായും അത് അലോസരപ്പെടുത്തും. അവരത് അറിയാൻ വേണ്ടി പല വഴികളും തേടാൻ തുടങ്ങും. അങ്ങനെ എന്തൊക്കെ വഴികൾ തേടിയിട്ടും നിങ്ങളുടെ ഡിവോഴ്സിന്റെ കാരണം കണ്ടെത്താൻ പറ്റില്ല എന്ന് കാണുമ്പോൾ അവരെന്താക്കും, പലതന്നെ ജഡ്ജ് ചെയ്തുണ്ടാക്കാൻ തുടങ്ങും. ഇവരെന്നെ സ്വയം മനസ്സിനുള്ളിൽ ഓരോന്ന് കണക്കൂട്ടി പറയാൻ തുടങ്ങും, നിങ്ങളുടെ ഡിവോഴ്സിന് കാരണം ഇന്നതൊക്കെയാണെന്നുള്ളത്, നിങ്ങളിൽ ഇന്ന ആളുടെ ഭാഗത്താണ് തെറ്റുള്ളത് എന്നുള്ളത്. അങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വന്ന് കൊട്ടിഘോഷിച്ചതിന്റെ ഫലമാണതെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതിന് ആ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒഴിവാക്കി വിടുക എന്നല്ലാതെ പൊന്നൂസിന്റെ വീഡിയോക്ക് താഴെ ഒരു കമന്റ് വരുമ്പോഴേക്കും ഇങ്ങനെ ഇമോഷണൽ ആയി അതും പൊക്കി പിടിച്ചു വരേണ്ട ആവശ്യം എന്തിനാണ്? എന്നാലും കൊള്ളാം, നീ ബാക്കി പറ. എനിക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, ഒരു താല്പര്യം എനിക്കില്ല. ഓക്കെ, ഞാൻ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ഞാനായിട്ട് നിങ്ങളെ മുന്നിക്ക് ഒരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളോ ഞങ്ങളെ മുന്നിക്ക് എത്തിച്ചിട്ടില്ല. എന്ത് എനിക്ക് വിഷമാണ് അല്ലെങ്കിൽ എനിക്ക് അതാണ് ഇതാണെന്ന് എടുത്തിട്ടില്ല. ഇപ്പൊ ഓള് ഓരോ വിഷമമുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഈ ആൾക്കാർ ഇപ്പൊ തന്നെ ഓരോ വീഡിയോസും ട്രോളും നമ്മൾ ഏകദേശം 4-5 മാസമായി ഓളോളം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ഇത് നിങ്ങളെ മുന്നിക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടെ ഞാൻ എത്തിച്ചത്. ഇതുവരെ ഞാൻ എത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടാണ് അതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല. അതുപടി ഇത് പറഞ്ഞിട്ട് നമ്മളെ എത്തിച്ചത് ഈ അതിന് മുന്നേ തന്നെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ മീൻസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയുടെ സംഗതികൾ വെച്ചിട്ട് സുജിൻ പൊന്നൂസ് ഡിവോഴ്സ് പിരിഞ്ഞു അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്നറിയോ? അത് അവള് കാരണം അവൾ ആവശ്യമില്ലാത്ത ഓരോ സ്റ്റോറിയും കാര്യങ്ങളും സൈഡ് ആക്കിയിട്ടും അതാക്കിയിട്ടും ഇതാക്കിയിട്ടും അവള് പോസ്റ്റ് ആക്കിയിട്ടാണ് നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞത്. ഇനി എല്ലാം കൂടെ അവളുടെ തലയെ കൊണ്ടിട്ടോ. ആക്ച്വലി എന്താ സുജിനെ നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ചോദിക്കുകയാണ്. അവൾക്ക് സാഡ് BGM ഇട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പാടില്ലേ? നീ ചിന്തിക്കുന്ന പോലുള്ള വീഡിയോസ് മാത്രമേ അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ പാടുണ്ടോ? അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. അല്ല അവള് സാഡ് BGM കുത്തിക്കയറ്റി ഓരോ വീഡിയോസ് ഇടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ബേസിക്കലി ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ് അല്ലേ? നിനക്ക് നിന്റെ വഴി, അവൾക്ക് അവളുടെ വഴി. അവൾ ഇനി സാഡ് BGM കുത്തിക്കയറ്റി എന്തെങ്കിലും ഇടുകയോ ഇടാതിരിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നിന്നെ കുറിച്ച് അവൾ അതിലൊന്നും പറയുന്നില്ലല്ലോ. അവൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നു. അതിന് ആ രീതി കണ്ട് അർഹിക്കുന്ന ലാഘവത്തോടെ അങ്ങ് ഒഴിവാക്കി വിട്ടാ പോരെ? എന്തിനാണ് അവൾ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത്? ഇനി അവൾ അങ്ങനെ എന്തെങ്കിലും ഇടുന്നത് കാരണം ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവളെ നേരെ ഫോൺ വിളിച്ചങ്ങ് പറഞ്ഞാൽ പോരെ? എന്തിനാണ് അത് യൂട്യൂബിൽ വന്ന് കൊട്ടി ഘോഷിക്കുന്നത്? ഇതിനൊക്കെ എന്താ പറയാ അല്ലേ? എന്തെങ്കിലും ബാക്കി പറ.
നാട്ടുകാർ ഈ കാര്യം അറിയാൻ കാരണം അതാണ്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനായിട്ട് ഒരാൾക്കും ഞാനൊരു പ്രശ്നത്തിനോ അല്ലെങ്കിൽ ഞാനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഒരു ഇതാക്കാനോ ഞാൻ വന്നിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിൽ അവളെ എന്നെ ഫോളോ ചെയ്യുന്ന കറക്റ്റ് ആൾക്കാർ എനിക്ക് അറിയാൻ പറ്റും. എന്ത് ഇപ്പൊ ഞാൻ ആ സ്റ്റോറി ഇട്ടിട്ടുണ്ടാകുമ്പോൾ അല്പം കാണിച്ചു തരാം. എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണിച്ചു തരാം. അവളെ പറ്റി പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ. ഇത് ഇപ്പൊ വന്നിട്ടുള്ള മെസ്സേജ് ആട്ടോ. അത് നിങ്ങൾക്കൊന്ന് വായിച്ചേപ്പിച്ചു തരാം. സത്യം പുള്ളിക്കാരിയും കുഞ്ചുസും ആണ് ഫുൾ സെന്റിമെന്റൽ സ്റ്റോറി സ്ഥിരമായി ഇടാറ്. എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയാണ് തോന്നിയിട്ടുണ്ട്. സുജിൻ ബിസിനസ്സുകാരും അല്ലാണ്ട് പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇടാറില്ല. സ്ഥിരമായി നിതയുടെ ഇമോഷണൽ സ്റ്റോറി കണ്ടിട്ട് കുറെ നാളുകളായി മറ്റെല്ലാവർക്കും പ്രശ്നങ്ങളാണെന്ന് മനസ്സിലായി. അപ്പൊ അത് എന്തിനാണ് പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്? അത് നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ? അതിന്റെ ആവശ്യം എന്താണത്? ഞാൻ ചോദിക്കണത്. ഇപ്പോ ഞാൻ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനടക്കം ഞാൻ കാരണം അമ്മയെ പറ്റി പറഞ്ഞു. അതില് ആ കമന്റ്സ് അതിലുണ്ട്. ഞാൻ ആ കമന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോയിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയില്ല. ഈ കമന്റ്സ് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോ ഇത് ഞാൻ ഓൾറെഡി ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ സംഗതികളും കാര്യം ഒന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ആ വീഡിയോന്റെ കമന്റ് കാര്യം ഞാൻ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്ത് പറഞ്ഞു വെച്ചത്. കുറെ ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, ഓള് കുറച്ച് സെന്റിമെന്റൽ ആയിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളും കുറച്ച് കെട്ടിപ്പിടിച്ചിട്ട് കുറച്ച് കുട്ടികളെ ഇതാക്കി കഴിഞ്ഞാലും ശരി ഓളെ ഭാഗത്താണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ആരും ഇവിടെ വിചാരിച്ചു വെച്ചിട്ടില്ല സുജിനെ. അവൾ ഇമോഷണൽ ആയി സാഡ് BGM കുത്തിയിട്ട് 4 വീഡിയോസ് അപ്ലോഡ് ചെയ്തെന്ന് കരുതി ആരും നിന്നെ ഇവിടെ തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവള് വീഡിയോസ് ഇട്ടെന്ന് കരുതി നിന്റെ അന്തസ്സും അഭിജാത്യൊന്നും എവിടെയും പോകാൻ പോണില്ല സുജിനെ. കാരണം നിങ്ങൾ തന്നെ ഒരു വട്ടം പബ്ലിക്കിൽ ഒന്ന് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ മ്യൂച്വൽ എടുത്ത തീരുമാനമാണ് ഡിവോഴ്സ് എന്നുള്ളത്. ആളുകൾ അത് ഉൾക്കൊണ്ട് അംഗീകരിച്ച് അതിനെ വഴിക്ക് വിട്ടു. അതിനുശേഷം അവൾ അങ്ങനെ ചെയ്യുന്നു, അവൾ ഇങ്ങനെ ചെയ്യുന്നു, സാഡ് BGM ഇട്ട് വീഡിയോസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നീ ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞാൽ അത് നിന്റെ വിവരക്കേടെന്നല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അവളുടെ വീഡിയോക്ക് താഴെ നിന്നെ കുറിച്ച് നിന്റെ അമ്മയെ കുറിച്ച് മോശമായ കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആലോചനപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിനക്ക് അതിന് എന്തൊക്കെ വഴികളുണ്ട്? അവളെ ഡയറക്റ്റ് ആയോ അല്ലാതെയോ നിനക്ക് കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് ആ കമന്റ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഞാൻ അറിഞ്ഞിടത്തോളം നിന്നോട് മാത്രമേ പൊന്നൂസ് തെറ്റിയിട്ടുള്ളൂ. നിന്റെ അനുജത്തിയോടും അമ്മയോടും അവൾ നല്ല ടേംസിലാണ്. അവരെ കൊണ്ട് ഫോം വിളിപ്പിച്ചിട്ട് കാര്യം പൊന്നൂസിനെ അറിയിക്കാം. അവരാവശ്യപ്പെടുന്ന പക്ഷം ഉറപ്പായും പൊന്നൂസ് ആ കമന്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ എത്രയോ ഓപ്ഷൻസ് നിന്റെ മുന്നിലുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിന് പകരം നീ ഇപ്പൊ ചെയ്യുന്ന പരിപാടി എന്താണ്? ഇതൊക്കെ യൂട്യൂബിലാണ് നിങ്ങൾക്ക് ഒട്ടുഘോഷിക്കുക, എന്നിട്ട് അവൾ എന്തോ മോശക്കാരായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. ഇത് കാരണം സ്വയം നാളുന്നത് നീയാണെന്നുള്ളത് നീ മനസ്സിലാക്കുന്നില്ല സുജിനെ. ഇപ്പോഴും നീ എന്തോ വലിയ സംഭവം പോലെയാണ് ഈ കാര്യം വന്നിരുന്ന് പറയുന്നത്. എന്തായാലും നീ ബാക്കി പറഞ്ഞാട്ട് എന്തായാലും ഇതിലേക്ക് എന്റെ അമ്മേനെ വലിച്ചിടണ്ട. ഞാനും ഓളും പാടെ മറ്റേ പിരിയാന്നുള്ള രീതിക്ക് ഇതാക്കി പോവാണ്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഓള് കുറെ ഇമോഷണൽ ആയിട്ട് കുറച്ച് സംഗതികളെല്ലാം പാടെ ഇടുമ്പോൾ ഓൾ എന്തോ വലിയ ഇതാണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഓളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ഓളുടെ അടുത്ത് പല വട്ടവും ഞാൻ വിളിച്ച് പറഞ്ഞാണ് ഈ ഇമോഷണൽ ആയിട്ടുള്ള സംഗതി ഉണ്ട്. അപ്പോൾ ഓള് പറയുന്നത് ഓൾക്ക് ഇഷ്ടമുള്ള പോലെ ഓള് ചെയ്യുന്നതാണ്. അതെ, അതെത്ര ഉള്ളൂ. ഓൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഓള് ചെയ്യും. ഈ കാര്യത്തിൽ ഞങ്ങൾ അവളുടെ കൂടെ തന്നെയാണ്. നിങ്ങൾ ഡിവോഴ്സ് ആയതോട് കൂടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം അവിടെ തീർന്നു. പിന്നെ സാഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടണോ അത് ഹാപ്പി ആയിട്ടുള്ള വീഡിയോസ് ഇടണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൾ ഒറ്റക്കാണ്. അതിന് കൈക്കെടുത്താനുള്ള അവകാശം നിനക്കില്ല സുജിനെ. ഇനി അവൾ ചെയ്തൊരു വീഡിയോ നിന്നെ ആലോചനപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ അവളോട് റിക്വസ്റ്റ് ചെയ്യാം. നിന്റെ വിഷമവും സങ്കടവും അവളെ അറിയിക്കാം. അതിനപ്പുറത്തേക്ക് അവളെ വിലക്കാനും അവളോട് വീഡിയോസ് ചെയ്യേണ്ടെന്ന് പറയാനും നീ ആരാണ്? ഇപ്പൊ അവളുടെ ജീവിതത്തിൽ നിനക്കൊരു റോളും ഇല്ല. നീ അവളുടെ മുൻ ഭർത്താവ് മാത്രമാണ്. പിന്നെ നീ വീഡിയോയിൽ ഇടയ്ക്കിടെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല, ഞാൻ ഒരിക്കലും അവളെ കുറ്റം പറയില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് മുഴുവൻ അവളെ കുറ്റം മാത്രമാണ്. ഓൾ അങ്ങനെ ചെയ്യുന്നു, ഓൾ ഇങ്ങനെ ചെയ്യുന്നു, ഓള് സാഡ് BGM ഇട്ട് വീഡിയോസ് ഇടുന്നു. എന്തോന്നടേ ഇത് ഉള്ളത് പറയാറ് സുജിന്. നിനക്ക് നല്ല മെച്യൂരിറ്റി കുറവുണ്ട്. കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നിനക്കൊരു ഐഡിയ ഇല്ല. നീ പണ്ട് ഫാമിലി വ്ലോഗ് ചെയ്തതിന്റെ പൊരുവിൽ ഇപ്പൊ എന്തൊക്കെയോ വന്നിരുന്ന് വിളമ്പാണ്. അതല്ല എങ്കിൽ അവൾ സോഷ്യൽ മീഡിയയിൽ വളരുന്നതിൽ നിന്റെ മനസ്സിൽ നല്ല ഈഗോ ഉണ്ട്. അല്ല, പണ്ടേ നീ ഈഗോ ഉള്ള ഒരുത്തനാണെന്നുള്ളത് നിന്റെ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കാരണം പണ്ട് നീ പല ഉടായ്പകളുമായിട്ട് യൂട്യൂബിൽ വന്ന സമയത്ത് അതിനെ നമ്മൾ പൊളിച്ചടുക്കി വീഡിയോ ചെയ്യുമ്പോൾ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഞാൻ എന്ത് ഉടായ്പം കാണിക്കും, അതിനെതിരെ ആരൊന്നും പ്രതികരിക്കാൻ പാടില്ല എന്നായിരുന്നു പണ്ടത്തെ നിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലേ? അന്ന് നിന്റെ ഉടായ്പകൾക്കെതിരെ റിയാക്ട് ചെയ്യുന്നവർക്കെതിരെ നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ തുടങ്ങി. പുതിയൊരു ചാനൽ തുടങ്ങി. ആ ചാനൽ വന്നിരുന്നു നിന്റെ ഉടായ്പകൾ പൊളിച്ചെടുക്കുന്നവർക്കെതിരെ നീ റിയാക്ട് ചെയ്യാൻ തുടങ്ങി. എന്തിനു പറയുന്നു? എന്റെ സ്ഥാപനത്തിൽ വരുമെന്ന് നീ ഭീഷണി വരെ മുഴക്കി. അങ്ങനെ ഈഗോന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവനാണ് നീ. നീ നിന്റെ ഭാര്യയുമായി വേർപിരുന്ന സാഹചര്യത്തിൽ നീ ഇങ്ങനൊന്നും പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ സുജിനെ. എനിക്ക് ഇപ്പോഴും സുജിനോട് പറയാനുള്ളത് കുറച്ചൊക്കെ നിന്റെ ഈഗോ മാറ്റിവെക്ക്. ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള നിന്റെ ആ ചിന്ത ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിവെക്ക്. അങ്ങനെ മാറ്റി വെച്ചാൽ തന്നെ നിന്റെ കുറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ആരോട് പറയാനാ അല്ലേ? നീ നോക്കിക്കോ, ഇവൻ അടുത്ത വീഡിയോ ആയിട്ട് വരും എനിക്ക് ഭീഷണിയായിട്ട്. ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും കൈസേ, ഇങ്ങനെ ചെയ്യും കൈസേ, നിന്റെ സ്ഥാപനത്തിൽ കയറി തല്ലും കൈസെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവന് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അല്ലെ, ഇതൊന്നും നമുക്ക് പുത്തരില്ല, അത് വേറെ കാര്യം. എന്തായാലും കൊള്ളാം, സംഭവം മുട്ടൻ കോമഡി ആയിരിക്കും. നീ ബാക്കി പറഞ്ഞാലും സുജിനെ. അപ്പൊ അതില് വീഡിയോന്റെ അടിയിൽ എന്റെ അമ്മയെ പറ്റിയ കമന്റ് വന്നപ്പോൾ അത് അവൾക്ക് ഡിലീറ്റ് ചെയ്യാൻ നന്നായിട്ട് അറിയാം. പക്ഷെ അവളത് ഡിലീറ്റ് ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അതാണ് അതിൽ എന്റെ പെങ്ങളെ എനിക്കൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെ നിങ്ങൾ ആരും കമന്റ് ചെയ്യരുതെന്ന്. അപ്പൊ അതൊക്കെ കണ്ടിട്ടും ഓൾ അതിന്റെ ഇതാക്കിയും കൂടി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. ശരി, അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ അവിടെ 4 പറയാനുള്ള ഒരു അവസരം നിനക്ക് കിട്ടിയത് കൊണ്ടല്ല. നീ ആരാണ് സുജിനെ പൊട്ടന്മാരാക്കാൻ നോക്കുന്നത്? അല്ലെ, ഇങ്ങനെ ഒരു കമന്റ് വന്നെന്ന് കരുതി നീ എന്തിനാണ് ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യം? എന്തായാലും കൊള്ളാം, നീ ബാക്കി പറ.
എല്ലാവർക്കും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് സത്യം എന്താണെന്ന് അറിയാതെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ യാതൊരു താല്പര്യമില്ല. ഞാൻ ഓളേനെ മോശക്കാരിയാക്കണില്ല, തെറ്റുകാരിയാക്കണില്ല, എന്നെ ഓളും ആക്കിയിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആർക്കും കാര്യം എന്താണെന്ന് അറിയാതെ വീട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞിട്ട് ഓരോന്ന് പറയരുത്. അത് ശരി, കാര്യം എന്താണെന്ന് അറിയാൻ നിങ്ങൾ കാര്യം പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ട് വേണ്ടേ കാര്യം അറിയാൻ. പിന്നെ നിങ്ങൾ പറയാത്തിടത്തോളം കാലം നിങ്ങളുടെ ഓഡിയൻസ് ആയിട്ടുള്ള ആളുകൾ കൽപ്പിച്ചു കൂട്ടി പല കമന്റുകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മുമ്പ് ചെയ്ത പ്രവർത്തികളുടെ ഒരു പരിണിത ഫലമായിട്ട് അതിനെ കണക്കൂട്ടിയാൽ മതി. പണ്ട് തൊട്ടേ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് കുട്ടി ഘോഷിക്കാൻ തുടങ്ങിയിട്ടല്ലേ, അതുകൊണ്ട് അനുഭവിച്ചതെന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി പറയാൻ അതിൽ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. എനിക്ക് എന്റെ കുട്ടികളെ വേണം, എനിക്ക് എന്റെ കുട്ടികളിലാണ് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കത് അറിയാം. പക്ഷെ നമുക്കെന്തറിയോ, ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്കും അങ്ങനെ ഇതാക്കാനും എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാം. പക്ഷെ അറിയോ, നമ്മൾ ഇത്തിരി 5-6 കൊല്ലം ജീവിച്ച ആൾക്കാർ പെട്ടെന്ന് പിരിയാണെന്ന് നമുക്ക് ഇതാക്കുമ്പോൾ അത് നമ്മളൊരു സുപ്രഭാതത്തിൽ ഉറങ്ങി എണീക്കുമ്പോൾ എടുക്കുന്ന തീരുമാനമല്ല. അത് ഞങ്ങൾ രണ്ടാളും പാടെ പൂർണ്ണ തീരുമാനത്തോട് കൂടി എടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ഓൾ അത് മുതലെടുക്കാൻ നോക്കുകയാണ്. സെന്റിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ഇട്ടിട്ട് ഓള് ചെയ്യുന്നത് എന്തോ ഭയങ്കര ശരിയാണെന്ന് തോന്നിയിട്ട് അതിന്റെ ഇടയിൽ എന്റെ അമ്മയെ വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പൊ അത് കാണുമ്പോൾ ഓൾക്ക് അതെന്ന് ഡിലീറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാണ്, എനിക്ക് ഇതിനെ പറ്റി പറയാൻ താല്പര്യമില്ല. ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്യാനോ എന്തെങ്കിലും പറയാനോ എനിക്ക് യാതൊരു താല്പര്യവും എനിക്കില്ല. മനസ്സിലായല്ലോ? എനിക്കറിയാം, കണ്ടോന്റെ നല്ല ചാവുമ്പോ കൈയോട്ട് ശരിക്കും കുറെ ആൾക്കാരുണ്ടായിരിക്കും, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാൻ പറയണേ, ഞാൻ ഓളെടുത്ത് 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, വെറുതെ ആൾക്കാരെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളൊരു ന്യൂസാണ്. ആൾക്കാർക്ക് അത് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും കൂടി നാളെ ആൾക്കാരെ റിയാക്ട് ചെയ്യുന്ന എനിക്കറിയാം. അവർക്കത് കണ്ടന്റ് ആണ്. ഒരു പെൺകുട്ടി വന്നിരുന്ന് കരഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അവളെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞതാക്കാനും ഉല്ലസിച്ച് നടക്കാനും അതിനെ പറ്റി പോസിറ്റീവായിട്ട് കമന്റ് ഇതാക്കാനും കുറെ ആൾക്കാരുണ്ട്. മറ്റേ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഇങ്ങനെ പിരിഞ്ഞു എന്നുള്ളത് ഇട്ടപ്പോ ഓൾക്ക് 5-8000 ഫോളോവേഴ്സ് ഒക്കെ കയറി. ആൾക്കാരെന്താ സത്യം എന്താ അറിയാത്തത്? ശരി, ഇപ്പൊ 5-8000 ഫോളോവേഴ്സ് കയറിയതാണോ സുജിന നിന്റെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഈ സംസാരത്തിൽ നിന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അവൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് കയറുന്നതിന് നിനക്ക് നല്ല ചൊറിച്ചിലുണ്ടല്ലേ സുജിനെ? നിന്നെക്കാളും ഫോളോവേഴ്സ് അവൾക്ക് കൂടുമോ എന്നുള്ളൊരു പേടി നിനക്ക് നല്ലോണം നിന്റെ മനസ്സിലുണ്ട്. ആ പേടിപ്പുറത്താണെന്ന് തോന്നുന്നു നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എന്തായാലും നീ ഇത്രയും പറഞ്ഞതല്ലേ, ബാക്കി കൂടി പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ പറയാണ്, എന്റെ അമ്മയെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി കമന്റ് ചെയ്യണ്ട. ഞാൻ അവള് കല്യാണം കഴിച്ചു, ഞങ്ങൾക്ക് അതിനെപ്പറ്റി മുന്നിലേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നി. അപ്പൊ ഞങ്ങളവിടെ പിരിയാന്ന് തീരുമാനം എടുത്തു. അപ്പൊ അതിൽ കയറിയിട്ട് ആൾക്കാർ ഓരോ കമന്റ് ചെയ്യുമ്പോൾ ഓൾക്ക് അവിടെ റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ പറ്റി ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഓക്കെ, എനിക്ക് ഇതിനെപ്പറ്റി ഇനി പറയാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ടാറ്റ. എനിക്ക് ഇതിന്റെ ഇടയിൽ ഈ കമന്റ് ഒക്കെ ഓണായിട്ട് കിടക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇനി ഓൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ, എനിക്ക് ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടാനും അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. അതെ, യാതൊരു താല്പര്യമില്ല. പക്ഷെ അവസരം കിട്ടുന്ന പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം നമുക്ക് ചിക്കിളി കിട്ടണല്ലോ, അതാണ് സംഭവം. ബാക്കി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയാണ്, ഓളെ കാര്യം നോക്കി ജീവിച്ചോട്ടെ, ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കണ്ടേ. പക്ഷെ നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് ഓളെടുത്ത് പോയിട്ട് കമന്റ് ചെയ്തിട്ട് പറയും, ഇമോഷണൽ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കാണിക്കണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ടാറ്റ. ഓക്കെ, പറയണ്ട്. കമന്റ് ചെയ്യുക മാത്രമല്ല, എന്തെങ്കിലും പൊന്നൂസിനെ നേരിട്ട് കാണുകയാണെങ്കിൽ ഞാൻ നേരിട്ട് പറയുന്നുണ്ട് പൊന്നൂസിനോട്, പൊന്നൂസെ ഇങ്ങനെ ഇമോഷണൽ വീഡിയോസ് ഒന്നും ഇൻസ്റ്റാഗ്രാമിൽ ഇടല്ലേ എന്ന് ഞങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓർമ്മിപ്പിച്ച നന്നായി. എന്തെങ്കിലും പൊന്നൂസിനെ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പൊന്നൂസിനെ വീട്ടിൽ കയറി ബെല്ലടിച്ച് കാര്യം പറയാലോ. ഇതിനൊക്കെ എന്താ ഞാൻ പറയാ അല്ലേ? പരസ്പരം ഫോൺ വിളിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് കൊട്ടി ഘോഷിക്കുന്ന ഇഷ്ടം. ഇതിനൊക്കെ എന്താ പറയാ? പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല കേട്ടോ കാര്യങ്ങൾ. ഇതിനുശേഷം പൊന്നൂസ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കൂടി ഒന്ന് വായിച്ചുതരാം. ഒരു റീൽ ഇട്ടതിന്റെ പേരിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇന്നലെ ചെറിയൊരു യാത്രയിലായിരുന്നു, അതിന്റെ ഇടയിലാണ് ഈ റീൽ ഞാൻ പോസ്റ്റ് ആക്കിയത്. മഴയും കറണ്ട് കട്ടും കാരണം ഫോൺ ഓഫ് ആയിരുന്നു. അമ്മയെ പറ്റി ഒരുപാട് മോശം കമന്റ്സ് വന്നതും ഏട്ടം വീഡിയോ ഇട്ടതും എല്ലാം ഞാനിപ്പോൾ ഫോൺ ഓൺ ആയപ്പോഴാണ് അറിയുന്നത്. ഇമോഷണൽ ആവണമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തെടുത്തൊരു റീലല്ല അത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോൻ വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അറിയാതെ വന്നു പോയ സങ്കടമാണ്. അത് ആരെയും നെഗാക്കണമെന്ന് വിചാരിച്ച് വന്നതല്ല. പിന്നെ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്, അമ്മയെ ആരും ഒന്നും പറയരുത്. കാരണം ഞാനും ഏട്ടനും തമ്മിൽ ഒത്തുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളൂ. അമ്മയായിട്ട് ചേച്ചിനായിട്ടും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഞാൻ ആ വീട്ടിൽ വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ അവിടെ പോന്നിട്ടും അവരെന്റെ കൂടെയാണുള്ളത്. അതുകൊണ്ട് അമ്മയല്ല ഞങ്ങൾക്കിടയിലെ പ്രശ്നം. അമ്മ ഇന്ന് വരെ എനിക്കൊരു പ്രശ്നമായിട്ട് എന്റെ ലൈഫിൽ വന്നിട്ടില്ല. അമ്മയെ ഞാനും ഇപ്പോഴും ഡെയിലി കോണ്ടാക്ട് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ മറ്റൊരാൾ വേദനിപ്പിക്കുന്നത് എനിക്കും വേദന തന്നെയാണ്. ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി പോസ്റ്റ് ആക്കിയത്. ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. ചോടി പാവം, ഇത്രയേ ഉള്ളു കാര്യം. ഇതിനാണ് ഇപ്പൊ ഇത്രയും ഒച്ചയും ബഹളം ഉണ്ടാക്കിയത് ആശാന്. എന്തോന്നട ഇതൊക്കെ? ഒരാൾ ഇമോഷണൽ ആയിട്ടുള്ള ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു, അതിന് താഴെ ഒരു നെഗറ്റീവ് കമന്റ് വന്നു എന്ന് കരുതി ആ നെഗറ്റീവ് കമന്റ് പൊക്കി പിടിച്ചുകൊണ്ട് മറ്റാളൊരു വീഡിയോ ഇടുന്നു. അതിന് മറുപടി ആയിട്ട് സങ്കടത്തോടെ വേറൊരാൾ പോസ്റ്റ് ഇടുന്നു. ഇമ്മച്യൂരിറ്റി എന്നല്ലാതെ എന്താ ഇതിനൊക്കെ പറയാ? ഇപ്പോഴും ഇവരെ വേറെ ഏതോ യൂണിവേഴ്സിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. എന്തായാലും സുജിനും കൊള്ളാം, പൊന്നൂസും കൊള്ളാം. ഇനിയെങ്കിലും ദയവ് ചെയ്ത് രണ്ടാളുടെയും കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. ഇങ്ങനെ അവൾ അത് ചെയ്തു, ഇത് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു
ചെയ്തെന്നും പറഞ്ഞ് വെറുതെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. നിങ്ങൾ തന്നെയാണത് കാരണം സ്വയം നാറാൻ പോകുന്നത്. ആരോട് പറയാന് അല്ലേ? ഇനി നോക്കിക്കോ, നാളെ വീണ്ടും സുജിൻ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരും. എന്നിട്ട് ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല എന്നും പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങൾ നോക്കിക്കോളി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.